അച്ഛാ, ഈ ലാപ്ടോപ്പിൻ്റെ 0 പോയി. പിന്നെ അതിപ്പോൾ 0-നകത്ത് തനിയെ കടിച്ച് തനിയെ വരുക. എനിക്കൊരു ലാപ്ടോപ്പ്, ഒരു കീബോർഡ് മേടിച്ചാ അച്ഛാ, പ്ലീസ് അച്ഛാ, പ്ലീസ് അച്ഛാ. ഒരു കീബോർഡ് മേടിച്ചാ അച്ഛാ, ഒരു കീബോർഡ് വേണം, പ്ലീസ് പ്ലീസ്. എന്നാടാ നിൻ്റെ കീബോർഡ്? എന്നാ ഇതുപോലത്തെ കണക്ടറല്ലേ? എന്നാ എൻ്റെ കീബോർഡ് പുതിയൊന്നും മേടിച്ചു തരാൻ പറ്റത്തില്ല, ഇത്രയൊക്കെ മതി. ഇതൊക്കെ ഒരു ഉപയോഗിച്ചാൽ മതി. ആ പൊട്ട ലാപ്ടോപ്പിന് ഉണ്ടല്ലോ, ഗെയിം കളിക്കാനല്ലേ, അതൊക്കെ മതി കേട്ടല്ലോ. അപ്പം നീ ഇത് വെച്ച് ഉപയോഗിക്കണം കേട്ടോ. ഇത് മതി എന്ന് പറഞ്ഞാൽ മതി. ഓ താങ്ക്സ് അച്ഛാ. അച്ഛാ ഇങ്ങനത്തെ കണക്ടറല്ല അച്ഛാ, USB ടൈപ്പ് കണക്ടറാണ് വേണ്ടേ. USB ടൈപ്പ് അല്ലാതെ ഇങ്ങനത്തെ കണക്ടറല്ല ഏട്ടാ. ഞാനിത് എന്ത് ചെയ്യും അച്ഛാ? എനിക്ക് എങ്ങനെ ഓഫീസിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നാലും മതി. അച്ഛാ അത് USB എന്താണെന്ന് അറിയത്തില്ലേ? USB പോലത്തെ കണക്ടർ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇതേ പറ്റുള്ളൂ. ഇതെന്തെങ്കിൽ നോക്കിയിട്ട് പോകും. ഇവിടെ അങ്ങനത്തെ പഴയതുപോലെ ഉള്ളു. ഇപ്പം നമ്മുടെ ഓഫീസിൽ പുതിയ കമ്പ്യൂട്ടറൊന്നും മേടിച്ചിട്ടില്ല, കാരണം കീബോർഡൊന്നും ഇല്ല. ഈ ആൾക്കാർ യൂസ് ചെയ്യും. അച്ഛാ ഞാൻ ഗൂഗിളിൽ സെർച്ച് നോക്കിയപ്പോൾ ഒരു സംഭവം കിട്ടി. ആ സംഭവത്തിൻ്റെ പേരെന്താണെന്ന് അറിയാമോ? ആ സാധനത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ PS2 USB കണക്ടറാണ്. നമ്മൾ നേരത്തെ കാണിച്ച ഈ കീബോർഡിൻ്റെ ഈ കണക്ടറില്ലേ, ഇത് USB. ഇതിപ്പോൾ ഇതുപോലത്തെ ഒരു കണക്ടറുണ്ട്. ഇങ്ങനെ ഞെക്കുമ്പോൾ കയറുന്ന ഒരു കണക്ടർ. അപ്പോൾ ഇങ്ങനെ കുത്തുമ്പോൾ ഇവിടെ കൊണ്ട് കണക്റ്റ് ആവും. അപ്പോൾ USB നമ്മുടെ കയ്യിലിരിക്കണമെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞില്ലേ, അതെന്ന് പറയുന്നത് USB to PS2 കണക്ടറാണ്. അത് മൗസിലാണ് യൂസ് ചെയ്യുന്നത്. ഇത് PS2 to USB കണക്ടർ. ഇത് PS2 USBൻ്റെ അടിയിൽ ഇങ്ങനെ കുത്തുമ്പോൾ ഇപ്പോൾ OTG കീബോർഡ് പോലെ ഇത് കൺവേർട്ട് ആകും. അതിന് 250 രൂപ വെച്ചാൽ ഒരു കീബോർഡിന് 400 ഒരു കീബോർഡ് മേടിച്ചാൽ വെച്ചാൽ. അമ്മയോട് പറഞ്ഞു, അമ്മ ഒരു കീബോർഡ് എടുത്തോണ്ടിരാന്നാ പറഞ്ഞു. ഞാൻ കാണിച്ചു തരാം, നമുക്ക് നോക്കാമല്ലോ അതെങ്ങനെ. എടാ ഞാൻ ഓഫീസിൽ പോവാണ് കേട്ടോ. ടാറ്റാ ടാറ്റാ. അമ്മ എനിക്കൊരു കീബോർഡ് മേടിച്ചു തരുമോ? അമ്മ കീബോർഡ് മേടിച്ചില്ല, നമ്മുടെ ഓഫീസിൽ നിറയെ കീബോർഡ് ഉണ്ടല്ലോ, ഒന്നും എടുത്തോണ്ട് തന്നെ. അമ്മ മേടിക്കുമ്പോൾ ഒരു കാര്യം മറക്കരുത്, അല്ല മേടിക്കുകയാണെങ്കിലും എടുക്കുകയാണെങ്കിലും കാര്യം മറക്കരുത്. ഇങ്ങനത്തെ അല്ല വേണ്ടത്, USB ആണ്, മനസ്സിലായ? അങ്ങനത്തെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കണക്ടർ ഉണ്ട്, അത് മേടിച്ചെടുത്തോണ്ട് വന്നാലും മതി കേട്ടാ. ശരി ടാറ്റാ. എടാ ഏടാ ഒരു കീബോർഡ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇതിന്നാണ് വർക്ക് ചെയ്യണം. കുറച്ചാണെങ്കിലും എടുത്തിട്ട് നമുക്ക് തിരിച്ചു കൊണ്ട് വയ്ക്കാനുള്ളതാണ്. നമ്മുടെ കീബോർഡുണ്ട്, നീ എങ്ങനെ നോക്കല്ലേ, നീ തിരിച്ചുകൊണ്ട് നാളെ കൊടുക്കണം. അമ്മ ഇത് തന്നെ അമ്മ മറ്റേത് അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ. ഇത് പക്ഷെ ഏസറാണല്ലേ, മറ്റേ മൈക്രോസോഫ്റ്റാണ്. അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങനത്തെ അല്ലെന്ന്. അവിടെ പഴയ കമ്പ്യൂട്ടറാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയത്തില്ല എന്നെ എടുക്കേണ്ടത്. പഴയ കമ്പ്യൂട്ടറൊക്കെ 2010 കഴിഞ്ഞിട്ടുള്ള കമ്പ്യൂട്ടറിന് മാത്രമേ USB ടൈപ്പ് ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കണക്ടർ നമ്മുടെ ലാപ്ടോപ്പിൽ ഒരിക്കലും ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമുക്കൊരു കീബോർഡ് ബുക്ക് ചെയ്യേണ്ടി വരും. അമ്മ 400 രൂപ ബഡ്ജറ്റ് മേടിച്ചേക്കട്ടായിരുന്നു. ZEBRONICS K20 എന്ന് പറഞ്ഞാൽ നല്ലൊരു കീബോർഡാണ്. അത് മേടിക്കാമേ പ്ലീസ് അമ്മ. ഓക്കെ അമ്മ, താങ്ക് യു. ആ കീബോർഡിൽ നിന്ന് നന്നായിട്ട് വെക്കണം. ഈ കീബോർഡിന് ഈ സാധനമുള്ളതാണ്, അല്ലെങ്കിൽ ഉറപ്പായിട്ടും കീബോർഡ് വർക്ക് ചെയ്തതിന് നല്ല കീബോർഡല്ലേ. ഇപ്പോഴത്തെ കീബോർഡിന് എങ്ങനെയാവുക? നാളെ വരും സംഭവം എന്തായാലും. നമുക്കിന്ന് ബുക്ക് ചെയ്ത് നോക്കാം. നാളെ വരുമായിരിക്കും. പ്രൈമൊക്കെ ഉള്ളല്ലേ, 500 രൂപ നാളെ തന്നെ കിട്ടും. ചേട്ടാ ഇത് ഗോവിന്ദൻ്റെ വീട്ടിലേ ഒരു ആമസോണിൽ ഒരു ഇതുണ്ടായിരുന്നു, ഒരു സംഭവം ഉണ്ടായിരുന്നു, നമുക്ക് അറിയത്തില്ല. നമുക്ക് പറയുന്ന നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി അല്ല കേട്ടോ. കൊറോണയ്ക്കല്ലായിരുന്നു, ലോക്ക്ഡൗൺ അല്ല. നമുക്ക് വന്നിട്ട് വെച്ചിട്ട് പോകാനേ നിർവാഹമുള്ളൂ. അപ്പോൾ നമ്മൾ വെച്ചിട്ട് പോവാണ്. ശരിയെങ്കിൽ സൈനൊന്നും ഇടണ്ട. അപ്പോൾ ഒരു OTP വരും, OTP ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ ഏട്ടാ, ശരി ഏട്ടാ. അപ്പോൾ ഞാൻ പോകാം ചേട്ടാ. അപ്പോൾ ഇനി ഓർഡർ ചെയ്യുക. അപ്പോൾ ബൈ ഏട്ടാ. ശരി ഏട്ടാ. ഓ സംഭവം കിട്ടി. എനിക്ക് മേലെ ഇനി ഞാൻ ഗെയിം കളിച്ചും ക്ലാസ്സിലും ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ഇരുന്ന് തകർക്കും. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്താലോ? യൂട്യൂബിൽ വീഡിയോ ഇടാം. ഓക്കെ, അൺബോക്സിങ് ഓപ്പറേഷൻ K20. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ അക്കു. ഞാൻ നിൽക്കുന്ന പുതിയൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്, അൺബോക്സിങ് പ്ലസ് റിവ്യൂ വീഡിയോ ആയിട്ടാണ്. കുറേ 5-6 മാസങ്ങൾക്ക് ശേഷം നമ്മളൊരു റിവ്യൂ യൂണിറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു
കീബോർഡ് നമ്മൾ മേടിച്ചിരുന്നു. അതിൻ്റെ ഒരു ഷോർട്ട് ഫിലിം പോലത്തെ ഒരു മേക്ക് ഓവർ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അതെങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ ലൈക്ക് അടിക്കുക, അതിനുവേണ്ടി പ്രത്യേക ലൈക്ക് അടിക്കുക. അപ്പോൾ ആ വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ ഇഷ്ടമായാൽ അതിന് ലൈക്ക് അടിക്കുക. ഇപ്പോൾ നമ്മുടെ ചാനൽ അത് ഇടാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കിട്ടില്ല ടോപ്പിക് വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. കൂടുതൽ ടെക് വീഡിയോസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ കീപ് സപ്പോർട്ടിങ് ഇറ്റ്സ് മീ അക്കു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ കാണുന്നവർ ആദ്യമായിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൻ ഓൾ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷനൊക്കെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ബോക്സാണ് ഇതിന് വരുന്നത്. നല്ല നീട്ടമുള്ള ബോക്സാണ്. കീബോർഡ് ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നീട്ടം കാണുന്നതാണ്. ഇപ്പം നമ്മൾ അതിനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ കീബോർഡ് ആ ബോക്സിൽ നിന്ന് എടുത്തു. പ്ലാസ്റ്റിക് കവറിനകത്താണ് വരുന്നത്. ഇവിടെ USB ആണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഗൈസ്, ഈ ബോക്സിൻ്റെ ഫ്രണ്ട് വശത്ത് തന്നെ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ പേര് ZEBRONICS K20 എന്ന ഇതിൻ്റെ മോഡൽ നെയിമും USB ഇൻ്റർഫേസ്, UV കോട്ടഡ് കീസ് വിത്ത് റുപ്പി കീ, റിട്രാക്റ്റബിൾ സ്റ്റാൻഡ്, പ്ലഗ് ആൻഡ് പ്ലേ എന്നൊക്കെയാണ്. പ്ലഗ് ആൻഡ് പ്ലേ എന്ന് പറഞ്ഞാൽ കുത്തുമ്പോൾ തന്നെ വർക്ക് ചെയ്യുക എന്നാണ് ഇതിൻ്റെ പ്ലഗ് ആൻഡ് പ്ലേ. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് വന്നാൽ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന USB കീബോർഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ്. ഇൻ്റർഫേസ് USB ആണ്. പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് കീസ് എന്ന് പറഞ്ഞാൽ 104 കീസാണ്. പവർ കൺസംഷൻ എന്ന് പറഞ്ഞാൽ DC 5 വോൾട്ട് വിത്ത് 200 മില്ലി ആംപിയർ ആണ്. പിന്നെ കീ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ 5 മില്യൺ ആണ്. അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 434 സെൻറ്റിമീറ്ററിൻ്റെ 134 സെൻറ്റിമീറ്ററിൻ്റെ 24 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് ഡയമെൻഷൻ എന്ന് പറയുന്നത്, വെയിറ്റ് എന്ന് പറഞ്ഞാൽ 390 ഗ്രാം ആണ് ഗൈസ്. പിന്നെ ബാക്ക് സൈഡിൽ തന്നെ ഇതിൻ്റെ ഒരു സെബ്രോണിക്സിൻ്റെ ഈ റുപ്പി കീ യൂസ് ചെയ്യാനുള്ള ഒരു ഇത് തന്നിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോ ഞാനിപ്പോൾ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ USB പോർട്ട് നമ്മളിവിടെ കുത്താം. വെക്കമിൻ്റെ എവിടെയാണ് നമ്മൾ കുത്തുന്നത്. ഗൈസ്, ഒരു ലൈറ്റൊക്കെ വന്നിട്ടുണ്ട്, പച്ച ലൈറ്റ്. അപ്പോൾ ഇത് യൂസാണ്. ഇത് നമുക്കിനി വർക്കിംഗ് ആണോ എന്ന് നോക്കാം. ഞാനീ പഠിക്കുന്ന QW എല്ലാം ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ബട്ടൺ ഞെക്കി നോക്കാം. ഓക്കെ ഗൈസ്, പെർഫെക്റ്റ് ഓക്കെയാണ്. ഈ പ്രൈസിന് വേണ്ടി നല്ലൊരു സാധനമാണ്. ഞാൻ 2 ആഴ്ചയായി മേടിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നല്ല കീബോർഡാണ്. അതിൻ്റെ പോസിറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ നല്ല ഫാസ്റ്റാണ്. ഇപ്പോൾ ഒരു ലാഗും ഇല്ല. ഇപ്പോൾ നമ്മൾ എക്സ്റ്റേണലായിട്ട് യൂസ് ചെയ്യുന്നതായിട്ട് കീബോർഡിൽ ലാപ്ടോപ്പിൽ യൂസ് ചെയ്യുന്ന എക്സ്റ്റേണലായിട്ട് പോലും ഒരു ലാഗും ഇല്ല. അതിൻ്റെ നെഗറ്റീവ് സൈഡ് പറയുവാണെങ്കിൽ ഗൈസ്, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ലാപ്ടോപ്പിൽ നമ്മൾ ഈ USB കുത്തുമ്പോൾ ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് വരുന്നുണ്ട്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇനി ഒട്ടും വെയിറ്റ് ഇല്ല ഗൈസ്. ക്വാളിറ്റി ഒട്ടും ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഇറ്റ്സ് വർത്ത്. അത്ര തന്നെയാണ് നമുക്ക് ഇറ്റ്സ് വർത്ത്. അപ്പോൾ നിങ്ങളെല്ലാവരും മേടിക്കുക. അപ്പോൾ ഗൈസ്, ഇത് ഇത്ര മാത്രമേ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക. പിന്നെ അടുത്ത വീഡിയോയിലേക്ക് കാണാം. ഇതുപോലത്തെ അടിപൊളി ടോപ്പിക്സിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കീപ് സപ്പോർട്ടിങ് ഇറ്റ്സ് മീ അക്കു. സൈനിങ് ഔട്ട്. ബൈ.